മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. സാധാരണഗതിയിൽ ഒരു ചിന്തയും ആ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ള ഫിലോസഫിയും ലോകമെമ്പാടും നിലനിൽക്കുന്നുണ്ട്. അതായത് മനുഷ്യനെന്നും മനസ്സിൻ്റെ സന്തോഷത്തിനും ശരീരത്തിൻ്റെ സുഖത്തിനും വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കും, അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മനസ്സിൻ്റെ സന്തോഷത്തിനും ശരീരത്തിൻ്റെ സുഖത്തിനും വേണ്ടി ഏതറ്റം വരെയും പോകും എന്ന ഒരു ചിന്താധാര എല്ലായിടത്തുമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ എല്ലാവരുടെ മനസ്സിലും അതുണ്ട്. പക്ഷെ ചില സ്ഥലത്ത് ഇതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ദൃശ്യം, അനുഭവം നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, കേരളത്തിൽ തന്നെ കഴിഞ്ഞ ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ, കഴിഞ്ഞ ശനി സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു, ഞായറാഴ്ച ഹോളിഡേ, തിങ്കളാഴ്ച നബിദിനം, 3 ഹോളിഡേ ഒരുമിച്ച് കിട്ടിയ ഈ വേളയിൽ ശബരിമലയിലെ തിരക്ക് അഭൂതപൂർവമായിരുന്നു എന്ന് ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. എത്രയോ ശാസ്താവിൻ്റെ, അയ്യപ്പൻ്റെ അമ്പലങ്ങള് കേരളത്തിലെമ്പാടുമുണ്ട്. വളരെ വലിയ അമ്പലങ്ങളുണ്ട്, ചെറിയ അമ്പലങ്ങളുണ്ട്. കേരളത്തിന് പുറത്തുള്ള ഏറ്റവും കൂടുതൽ ഹിന്ദു അമ്പലങ്ങൾ മുഴുവനും അയ്യപ്പൻ്റെ അമ്പലങ്ങളാണ്. ബോംബെയിൽ പോയാലും, ബറോഡയിൽ പോയാലും, ഹൈദരാബാദിൽ പോയാലും, തമിഴ്നാട്ടിൽ പോയാലും എല്ലാം അയ്യപ്പൻ്റെ അമ്പലങ്ങളാണ് കൂടുതലായിട്ട് കാണാം. മറ്റേതൊരു അമ്പലം കേരളീയരുടേതായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അയ്യപ്പൻ്റെ അമ്പലമാണ്. അങ്ങനെ സമതലത്തിൽ ഇത്രയും അധികം അയ്യപ്പന്മാരുടെ വലുതും ചെറുതുമായിട്ടുള്ള അമ്പലങ്ങൾ ഉണ്ടായിട്ടും ഈ 10,000 അടി മുകളിലേക്ക് കയറി ഇത്രയും തണുപ്പ്, തമിഴ്നാട്ടിലെ ന്യൂനമർദ്ദം, അതിൻ്റെ അനുബന്ധിച്ചുള്ള മഴ, ഇതുണ്ടായിട്ട് സ്വാഭാവികമായിട്ടും ശബരിമലയിലേക്ക് പോകുന്ന വഴിയിൽ നല്ല മഴയും തണുപ്പും സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും ലക്ഷക്കണക്കിന് അയ്യപ്പന്മാര് ഈ ദിവസങ്ങളിൽ ശബരിമലയിലേക്ക് പോവുക. ഇത്രയും കഠിനമായിട്ടുള്ള മല കയറുക, ഇത്രയും തിരക്കില് ഇരുമുടി കെട്ടും തലയിൽ വെച്ചുകൊണ്ട് കാത്തു നിൽക്കുക. എന്നിട്ട് ഇഴഞ്ഞ് നീങ്ങുന്ന ക്യൂവില് ആ ശ്രീകോവിലിന്റെ മുമ്പില് സ്വസ്ഥമായിട്ട് നിന്ന് തൊഴാൻ അവസരം കിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും ഒരു ദർശനം, 1/2 സെക്കൻഡോ 3/4 സെക്കൻഡോ, ആ സമയത്തെങ്ങാനും ശ്രദ്ധ ഇടത്തോട്ടോ വലത്തോട്ടോ പോയാൽ തിരിച്ചു വന്ന് വീണ്ടും വന്ന് തൊഴാനുള്ള അവസരം ഇല്ല. ആ സമയത്ത് നല്ല ഭംഗിയായിട്ട് കാണിക്ക അർപ്പിക്കാനുള്ള സൗകര്യങ്ങളില്ല. ഒരു വഴിപാടിന് കൊടുക്കാനുള്ള ഏർപ്പാടുകളൊന്നും അവിടെ കാര്യമായിട്ടില്ല, കൗണ്ടറിൽ കൊടുക്കുക അല്ലാതെ. അവിടെ ശ്രീകോവിലിൽ നിന്ന് കിട്ടുന്ന, നേരിട്ട് കിട്ടുന്ന പ്രസാദം ചിന്തിക്കാനേ സാധിക്കില്ല, പുറത്തു നിന്നേ കിട്ടുള്ളൂ. ഈ ക്യൂവിൽ നിന്നതിന് ശേഷം ഒന്നുകൂടി സ്വസ്ഥമായിട്ട് തൊഴണമെന്ന് തോന്നുകയാണെങ്കിൽ 2ാമത്തെ പ്രദക്ഷിണം വയ്ക്കാനുള്ള സൗകര്യമില്ല, സൗകര്യങ്ങളില്ല, അനുവദിക്കുകയുമില്ല. അങ്ങനെ എല്ലാ പരിമിതികളും ഉണ്ടായിട്ടും ഇത്രയും ഉയരത്തിലേക്ക് മനുഷ്യൻ ഇത്രയും തണുപ്പുള്ള സമയത്ത്, മഴയുണ്ടാവാൻ സാധ്യതയുള്ള സമയത്ത്, 3 ദിവസം ഹോളിഡേ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകും. ഭക്ഷണത്തിനും വെള്ളത്തിനും അതുപോലെ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനും ഒരു സൗകര്യവും പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടാവില്ല എന്നറിയാവുന്ന അവസ്ഥയിൽ പോലും
ആ ദുഃഖപൂർണമായ ശരീരത്തിന് ശരിക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന അന്തരീക്ഷത്തിലെ താപനില, മഴ, ഈ കയറ്റം, ആ കയറാനുള്ള ബുദ്ധിമുട്ട്, ഭക്ഷണത്തിനും വെള്ളത്തിനുമുള്ള ബുദ്ധിമുട്ട്, കുളിക്കാനുള്ള അസൗകര്യം, ഇതെല്ലാം ഉണ്ടായിട്ടും മനുഷ്യൻ അല്ലെങ്കിൽ കേരളീയര് അല്ലെങ്കിൽ അയ്യപ്പന്റെ ഭക്തന്മാര്, കേരളത്തിനകത്തും പുറത്തുള്ളവര് ശബരിമലയിൽ കയറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ സഹജമായിട്ടുള്ള വാസനയാണ്. മനസ്സിന് സന്തോഷവും ശരീരത്തിന് സുഖവും കിട്ടാൻ വേണ്ടിയിട്ട് ഏത് വഴി വരെ പോകുന്ന ആ അവസ്ഥയാണ് ഉള്ളത് എന്ന് തത്വശാസ്ത്രം. ഇതിനിടയ്ക്ക് ഈ മകരവിളക്കിനെ കുറിച്ചും അതുപോലെ തന്നെ മകരജ്യോതിയെക്കുറിച്ചുമെല്ലാം പറ്റാവുന്നിടത്തോളം അവഹേളിക്കുന്ന വിധത്തില് ധാരാളം യുക്തിവാദികളും അല്ലാത്തവരും എതിർക്കുകയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടും സ്ത്രീകളെ ശബരിമലയിലേക്ക് പോകാൻ അനുവദിക്കണമെന്നാണ് പുരോഗമന കലാസാഹിത്യ വേദിയിലെ പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ വരെ പറഞ്ഞത്. അമ്പലത്തിലേക്ക് പോകുന്നതും ശബരിമലയിലേക്ക് പോകുന്നതും അതേപോലെ തൊഴുന്നതും ആത്മീയതയും എല്ലാം വർജ്യമാണെന്ന് പറഞ്ഞിരുന്നവര്, പുരുഷന്മാര് പോലും പോകരുത് എന്ന് പറയേണ്ടവര് സ്ത്രീകളെ കൂടി അയക്കണമെന്നാണ് പറഞ്ഞത്, കയറാൻ അനുവദിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും ത്യാഗം സഹിച്ചിട്ടും ഇത്രയും ബുദ്ധിമുട്ട് ശരീരത്തിനും മനസ്സിനും ഉണ്ടായിട്ടും അത് പരിഹരിക്കാൻ അവിടെ ഇടത്താവളങ്ങളിൽ ഒരിടത്തും സൗകര്യമില്ലാതിരുന്നിട്ടും ഹാർട്ട് അറ്റാക്ക് പോലും വരാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും പ്രായം മുകളിലോ ചുവട്ടിലോ എന്ന് പോലും തിരിച്ച് യഥാർത്ഥത്തിൽ സ്വാധീനിക്കുന്ന ഫാക്ടർ അല്ലാതെ ശബരിമലയിലേക്ക് പോകണമെന്ന് പറയുന്ന മനുഷ്യന്റെ അവസ്ഥ, അതില് ശരീരത്തിന് വേദന ഉണ്ടായാലും മനസ്സിന് ദുഃഖം ഉണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും പോകണമെന്ന് തോന്നുന്ന, തൊഴണമെന്ന് തോന്നുന്ന ആ ഇച്ഛാശക്തിയുടെ മുമ്പില് ശരീരത്തിന്റെ വേദനയും മനസ്സിന്റെ ദുഃഖവും തന്നെത്താനെ ഇല്ലാതെയാകും. അപ്പൊ ശരീരത്തിന്റെ വേദനയും മനസ്സിന്റെ ദുഃഖവുമല്ല യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ എന്തെങ്കിലും ചെയ്യിക്കുന്നതോ ചെയ്യിക്കാതിരിക്കുന്നതോ, മറിച്ച് മനസ്സിന്റെ ഇച്ഛാശക്തിയാണ് എന്ന് കാണാൻ സാധിക്കും. ഏതാണ്ട് 9-10 കോടി ജനങ്ങള് പ്രയാഗയില് പൂർണ്ണ കുംഭമേളയ്ക്ക് എത്തിയിരുന്നു. കൂച്ചി വലിക്കുന്ന തണുപ്പാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളില്. ഒരു വള്ളത്തിൽ കയറി ത്രിവേണി സംഗമത്തിൽ ചെന്ന് കുളിച്ച് മുങ്ങി കുളിച്ച് തിരിച്ചു വരിക എന്ന് പറയുന്നത് 4 ദിവസം എനിക്ക് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടി. 10-30 പ്രാവശ്യം ഞാൻ കുളിച്ചു. ആ ഓരോ പ്രാവശ്യം കുളിച്ച് തിരിച്ചു വരുമ്പോഴും ഈ തണുപ്പോ ആഞ്ഞടിക്കുന്ന കാറ്റോ വെള്ളത്തില് കുറച്ച് ഉള്ള ചെളിയോ, കാര്യമായിട്ട് വെള്ളം വൃത്തികേടല്ല, കുറേയധികം ക്ലീനാണ്, അല്ലെങ്കിൽ ഇത്രയും അധികം തിരക്ക്, ഇത്രയും വഞ്ചിയിൽ എവിടെയെങ്കിലും ഒന്ന് തെറ്റിയാൽ മുങ്ങെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ എല്ലാമുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടും കിലോമീറ്റർ കണക്കിന് ദൂരെ നിന്ന് നടന്നു വന്ന് 6 കിലോമീറ്ററോളം ഒരു കപ്പ് ചായയോ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ വാഹനമോ ഒന്നുമില്ലാത്ത അവസരത്തില് അതെല്ലാം ശാരീരികമായിട്ടും മാനസികമായിട്ടും അനുഭവിച്ചും വെറുതെ ഒന്ന് കുളിക്കാൻ മാത്രം, തണുത്ത വെള്ളത്തിൽ ത്രിവേണിയിൽ കുളിക്കാൻ വേണ്ടി മാത്രം മനുഷ്യൻ ഇത്രയും വരുമ്പോ നമ്മളുടെ ധാരണ മനുഷ്യൻ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി പരക്കം പായുന്നു എന്നുള്ളത്, ആ സുഖവും സന്തോഷത്തെക്കാളും പ്രാധാന്യമുള്ളത് മനുഷ്യരിലെ ഇച്ഛാശക്തിയാണ് എന്ന് ശബരിമലയിലെ ഉദാഹരണത്തിൽ നിന്നും അതേപോലെ ഈ കുംഭമേളയിലെ ഉദാഹരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഒരു കാര്യവും കൂടി, ഇത്രയും ദിവസം ശബരിമലയിൽ എല്ലാ കാര്യങ്ങളും നടക്കുമ്പോഴും ഒരു തരത്തില് ഈശ്വരവിശ്വാസം ഇല്ലാത്തവര് ഭരിക്കുകയും ഈ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുകയും എല്ലാം ചെയ്യുമ്പോഴും
കാര്യമായിട്ട് ഒരു കംപ്ലൈന്റും ശബരിമലയിൽ നിന്ന് വന്നിട്ടില്ല ഇപ്രാവശ്യം എന്നുള്ളത് ഒരു അത്ഭുതകരമായിട്ടുള്ള വസ്തുത കൂടിയാണ്. ഒരു കംപ്ലൈന്റും കാര്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ വന്നിട്ടില്ല. ഈശ്വര വിശ്വാസമുള്ളവരും അല്ലെങ്കിൽ ഈശ്വര വിശ്വാസമില്ല എന്ന് ഒരിക്കലും പറയാത്തവരും, ഈശ്വര വിശ്വാസമുണ്ട് അതിൻ്റെ പേരിൽ വോട്ട് ചെയ്തവരെല്ലാം ഭരിച്ചിരുന്ന കാലത്ത് MLA-മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, മന്ത്രിമാരുടെയും കാര്യം, അന്ന് നിരന്തരം വാർത്തകൾ വന്നിരുന്നുവെങ്കിൽ ഇപ്പൊ അങ്ങനെയുള്ള യാതൊരു വാർത്തയുമില്ല. ഇന്ന് തിരക്കിനെ കുറിച്ചും ശബരിമലയിലെ ക്രമീകരണത്തെക്കുറിച്ചും എല്ലാ ചാനലുകളും ഭംഗിയായിട്ട് കൊടുക്കുന്നത് പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തി ഏതെങ്കിലും തിന്മകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് കൊക്കക്കോളയുടെ അഡ്വർടൈസ്മെന്റ്, അത് ഭക്തന്മാരുമായിട്ട് വലിയ ബന്ധമുള്ളതൊന്നുമല്ല, പ്രത്യക്ഷമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമല്ല. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തില് മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് മുമ്പില് ഏത് പ്രശ്നങ്ങളും ഇല്ലാതെയാകുമെന്നുള്ളതിന് തെളിവാണ് ശബരിമലയും പ്രയാഗയും. പ്രണാമം, നമസ്കാരം.